എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ലെന്നരുളി ചെയ്ത നല്ലവനായ കർത്താവിൻ്റെ നാമത്തിൽ ഈ രാത്രി ജാഗരണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈശോയുടെ വാക്കുകൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. ഈശോ പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ, അവൻ ആരായാലും, അവൻ ഏത് ജാതി മതസ്ഥനായാലും ഈശോ നോക്കുന്നില്ല. അവൻ്റെ പാപാവസ്ഥകൾ, കുറവുകൾ നോക്കാതെ ആരെല്ലാം ഈ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കലേക്ക് നൈറ്റ് വിജിലിലൂടെ കടന്നു വരുന്നോ അവരെ കർത്താവ് ഈ രാത്രിയിൽ ചേർത്ത് പിടിക്കുകയാണ്. ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിവുണ്ട്. ഇതാണ് ഈ രാത്രിയിൽ കർത്താവ് ഈ പ്രാർത്ഥനാലയത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, തന്നിലൂടെ, യേശുവിലൂടെ ഈ രാത്രിയിൽ പിതാവിലേക്ക് കടന്നു വരുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. സമഗ്രമായ ഒരു രക്ഷ കർത്താവ് ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുകയാണ്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുന്ന ഒരു കർത്താവ് ഈ ആലയത്തിലുണ്ട്. അത് കേവലം ശാരീരികമായ രോഗശാന്തി മാത്രമല്ല. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന താങ്കൾ മാനസികമായി ആകെ തകർന്ന് നിരാശയുടെ ഭക്തിയിലായിരിക്കുന്ന ഒരു വ്യക്തിയാകാം. എൻ്റെയോ താങ്കളുടെ ആത്മസ്ഥിതി വളരെ ദയനീയമായ വിധത്തിൽ തകർന്ന് ആത്മാവ് നിത്യനാശത്തിൻ്റെ വഴികളിലൂടെ പോകുന്ന അനുഭവത്തിൽ ഇന്ന് എനിക്കൊരു രക്ഷയുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകാം താങ്കൾ. കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, തന്നിലൂടെ, യേശുവിലൂടെ ഇന്ന് ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഇത് വിശ്വസിക്കുക നമ്മൾ. അവൻ നമ്മളെ പൂർണ്ണമായി, സമഗ്രമായി രക്ഷിക്കുന്ന കർത്താവാണ്. വിശുദ്ധനായ തോമസ് മൂറിൻ്റെ ഒരു വാക്ക് ഇങ്ങനെയാണ്: സ്വർഗത്തിന് തീർക്കാൻ കഴിയാത്ത ഒരു വിഷയവും ഒരു പ്രശ്നവും ഈ ഭൂമിയിലില്ല. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജനലക്ഷങ്ങളോട് കർത്താവ് പറയുകയാണ്, താങ്കളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും സ്വർഗത്തിന് തീർക്കാൻ കഴിയാത്ത, നമ്മുടെ കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവും ദൈവത്തിനില്ല എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ രാത്രി ജാഗരണത്തിലേക്ക് കടന്നു വരാം. കർത്താവ് നമ്മളെല്ലാവരെയും, കുടുംബങ്ങളെയും, നമ്മുടെ സ്ഥാപനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് രക്ഷിക്കുന്ന, കർത്താവ് തൻ്റെ മാറോട് ചേർക്കുന്ന ഈ ശുശ്രൂഷയോട് ഈ ആരംഭ സമയത്ത് തന്നെ ഈ ശുശ്രൂഷയിൽ ചിലപ്പോൾ വീട്ടിലായിരിക്കുന്ന നിങ്ങൾ ആ ഫോൺ എടുത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളൊക്കെ വിളിച്ച് കർത്താവ് ഇന്ന് ഒരുക്കി ആത്മീയ വിരുന്ന് സ്വീകരിക്കുവാൻ, സ്വന്തമാക്കുവാൻ ഈ ആരംഭ സമയത്ത് തന്നെ അനേകരെ പ്രചോദിപ്പിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈ സമയത്ത് സാധിക്കുന്നവർക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ആരംഭ പ്രാർത്ഥനയോട് ഹൃദയപൂർവ്വം ചേർന്ന് നിന്നുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ദൈവം ഇന്ന് നമുക്ക് നൽകിയ വചനത്തെ ബോധപൂർവ്വം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. യോഹന്നാൻ 6:37, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയില്ല. ഇത് മനുഷ്യൻ്റെ വാക്കല്ല, ക്രിസ്തുയേശുവിൻ്റെ വാക്കാണ്. ഞാൻ എത്രമേൽ പാപിയാണെങ്കിലും, ഈ ഒരുപാട് വട്ടം വീണുപോയി, ഇനിയും എന്നെ അവൻ താങ്ങുമോ, ചേർത്ത് പിടിക്കുമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര മാരകമായ രോഗാവസ്ഥയിൽ വൈദ്യശാസ്ത്രം കൈവിട്ട ഒരു അനുഭവത്തിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും, യേശു പറയുന്നു, നീ രാത്രിയിൽ നൈറ്റ് വിജിലൂടെ എൻ്റെ അടുക്കൽ വന്നതിനാൽ ഞാൻ നിന്നെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കും. ഒരിക്കൽ കൂടി ഹെബ്രായർ 7:25 ഓർക്കുക: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുന്ന ഒരു കരം ഇന്ന് താങ്കളുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ, സ്ഥാപനത്തിൽ, കുടുംബത്തിൽ ഇതായി രാത്രിയിൽ നീണ്ടുവരികയാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കുറുകിപ്പോകാത്ത അവിടുത്തെ കരങ്ങളിലേക്ക് കണ്ണുകൾ അടച്ച് ദയവായി ഈ സമയം താങ്കളുടെ വിഷയങ്ങൾ, താങ്കളുടെ ഭാരങ്ങൾ, താങ്കളുടെ രോഗങ്ങൾ ബോധപൂർവ്വം സമർപ്പിക്കുക. ആത്മാവിൻ്റെ സ്ഥിതിയെ സമർപ്പിക്കുക. കർത്താവേ, സമഗ്ര മോചകനായ ഞങ്ങൾ ഷാലോം നൈറ്റ് വിജിലിൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് അങ്ങയിൽ ആശ്രയിച്ച് രാത്രിയിൽ ദൈവമേ ജാഗരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളോട് ഈ രാത്രിയിൽ നീ കരുണ കാണിക്കണമേ. നിന്റെ തള്ളിക്കളയാത്ത കരം ദൈവമേ അനേക കുടുംബങ്ങളുടെ മേൽ, അനേക രോഗികളുടെ മേൽ
ദുഃഖിതരുടെ മേൽ ഈ രാത്രിയിൽ നീട്ടണമേ ദൈവമേ. നിന്റെ തുളയ്ക്കപ്പെട്ട കരങ്ങളുടെ സ്പർശനം രോഗികളെ സുഖപ്പെടുത്തട്ടെ. നിന്റെ കരബലം തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്നവരെ വിടിവിക്കട്ടെ. സഭയിൽ ഇതൊരു ഉണർവിന് കാരണമായി തീരട്ടെ. അനേക ഭാവികൾ മാനസാന്തരത്തിലേക്ക് വരുവാൻ, സമർപ്പിതർ ഉണർവ് പ്രാപിക്കുവാൻ, വിജാതിയർ യേശുവിനെ അറിയുവാൻ കർത്താവേ ശാലോം നൈറ്റ് വില്ലിൽ ശുശ്രൂഷ കാരണമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തി തന്നിലൂടെ പൂർണ്ണമായി യേശുവിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്ന ആ രക്ഷാകര നാമത്തെ ഒന്ന് ബോധപൂർവ്വം വിളിച്ച് നമുക്ക് അല്പസമയം ദൈവത്തെ ആരാധിക്കാം. യേശുവേ എന്നൊന്ന് ബോധപൂർവ്വം വിളിക്കുക. ഓ കർത്താവായ യേശുവേ, അങ്ങയിലൂടെ ഞങ്ങൾ ഇത് പിതാവിന്റെ പക്കലേക്ക് വരുന്നു. ഞങ്ങൾക്കൊരു പൂർണ്ണമായ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ രക്ഷ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളുടെ മനസ്സ് ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ആത്മാവ് ബന്ധിതമായിരിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിന്റെ സ്ഥലങ്ങളിൽ ഒരു രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ദൈവമേ, ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആഗോള സഭയോട് ചേർന്ന് ലോകമെമ്പാടും ദൈവമേ അങ്ങേ സ്നേഹിക്കുന്ന വിശ്വാസകരോട് ചേർന്ന് ദൈവമേ ക്രിസ്തു നാമത്തിൽ പീഡനം അനുഭവിക്കുന്ന പീഡന സഭയോടെല്ലാം ചേർന്ന് ഈ ശാലോമിന്റെ ആലയത്തിൽ ഇരുന്ന് സ്വർഗസ്ഥനായ ദൈവമേ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരണമേ. എന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ നീ ഇറങ്ങി വരണമേ. എന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ നീ ഇറങ്ങി വരണമേ. രോഗഗ്രസ്തമായ എന്റെ ശരീരത്തെ സുഖപ്പെടുത്തുവാൻ നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ. ആരാധന ദൈവമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നു. ശാലോമിന്റെ സ്വർഗീയ മധ്യസ്ഥരോട് ചേർന്ന് ആരാധിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണബോധരായ വിശുദ്ധരോട് ചേർന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. തുണയും നീ, നല്ലോരിടയൻ നീ, ബലവും നീ, തുണയും നീ, നല്ലോരിടയൻ നീ, ബലവും നീ, തുണയും നീ, നല്ലോരിടയൻ നീ, ബലവും നീ, തുണയും നീ, നല്ലോരിടയൻ നീ. കരങ്ങളൊക്കെ അടിച്ച് വലിയ പ്രത്യാശയോടെ വലിയ ബോധ്യത്തോടെ കർത്താവിലേക്ക് നമുക്ക് ഹൃദയമുയർത്താം. ഇനിയൊരു കുറവും എനിക്കില്ല. ഉൾത്തകിടികളിൽ നീ കനിവോടെന്നെ നടത്തുന്നു. അരുവിയിലേക്ക് പ്രശാന്തതയിൽ എന്നെ നയിക്കുന്നു. നീർവഴി മുന്നിൽ നിത്യമൊരുക്കുന്നു. ചേർന്ന് പാടാം. അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷാസങ്കേതം. അവിടുന്നാണ് ഞങ്ങളുടെ ഉറപ്പുള്ള കോട്ട. അവിടുന്നാണ് ഞങ്ങളുടെ ബലം. അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷകനും കർത്താവും ദൈവവും എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ശാലോം നൈറ്റ് വില്ലിന്റെ ഉടയവനും അവിടുന്ന് തന്നെ. അവിടുന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. വടിയും ഭൂമിയിലാശ്വാസം. അങ്ങേ സാന്നിധ്യം എന്നെ നിർഭയനാക്കുന്നു. ശത്രുഗണത്തിനുമേൽ നല്ല വിരുന്നൊരുക്കുന്നു. തിരുഭവനത്തിൽ
യാത്രയിൽ അങ്ങയിൽ ആശ്രയിക്കാതെ പോയ കാലഘട്ടങ്ങൾ ഞങ്ങളിലുണ്ട്. ദൈവമേ, അങ്ങയെ ശരണപ്പെടാതെ ഞങ്ങളുടെ വഴികളിലൂടെ പോയ എല്ലാ കാലങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുഭവിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരുന്നു. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉറപ്പുള്ള ശില, ആശ്രയം, സങ്കേതമെന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങ് പരിഹാരമാണെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. രണ്ട് കരവും ഉയർത്തി വിളിക്കാമോ? ഈശോയെ എന്നൊന്ന് വിളിച്ച്, ഓ സ്തോത്ര ദൈവമേ, ഓ സ്തോത്രം, ആരാധന. നിന്റെ സാന്നിധ്യം ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ നിറയട്ടെ, ദേശങ്ങളിൽ നിറയട്ടെ, സഭാഗാത്രങ്ങളിൽ ദൈവമകത്വം ഇറങ്ങട്ടെ, ശുശ്രൂഷകർ ഉണർവ് പ്രാപിക്കട്ടെ ഈ രാത്രിയിൽ. ഹല്ലേലൂയ ദൈവമേ, ആരാധന കർത്താവേ, സ്തോത്രം. വീണ്ടും നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം, ആരാധിക്കാം. ശരണം തേടുന്നു ദൃഢമായി തിരുസന്നിധിയെങ്കിൽ പുതിയൊരു കീർത്തനമേ നാവിന് പുളകം നൽകുന്നു. എന്നുടെ പ്രാർത്ഥനകൾ കലിവോടുത്തരമരുളുന്നു. നിത്യമനുഗ്രഹമേകി നടത്തുന്നു. അല്പസമയം നമ്മുടെ കർത്താവായ യേശുവിനെ ബോധപൂർവ്വം ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദൈവമേ, ഞങ്ങളെ ഇന്നയോളം നടത്തിയ ദൈവമേ, ഞങ്ങളുടെ തകർച്ചകളിൽ ഞങ്ങളുടെ കണ്ണുനീരൊപ്പിയ ദൈവമേ, ഞങ്ങളുടെ പാവാവസ്ഥയിൽ ഞങ്ങളുടെ പാപക്കറകൾ കഴുകിയ ദൈവമേ, ദൈവമേ, ഞങ്ങളുടെ തിന്മകൾ നന്മകളാക്കി മാറ്റിയവനാണ് അവിടുന്ന്. ഓ സ്തോത്ര ദൈവമേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഭാഷാവരത്തിൽ അല്പസമയം ആരാധിക്കാൻ വിട്ടുകൊടുത്ത്, നാവിനെന്ന് വിട്ടുകൊടുത്ത്, ഹാല 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 ഹാല. കണ്ണുകൾ ഒരു നിമിഷം അടച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് വലതുകരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഈ കരങ്ങളോടൊപ്പം താങ്കളുടെ കുടുംബത്തിന്റെ നിയോഗങ്ങൾ, എൻ്റെ ജീവിതഭാരങ്ങളൊന്ന് ചേർത്ത് പിടിക്കുക. കർത്താവേ, ഈ നൈറ്റ് രാത്രിയിൽ അങ്ങ് എന്തെല്ലാം പദ്ധതികൾ ലക്ഷ്യമിട്ടുവോ, അങ്ങയുടെ സ്വപ്നങ്ങൾ, അങ്ങയുടെ ഇഷ്ടങ്ങൾ നിറവേറുമാറ് നിന്റെ കരുണ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ മേലും ചൊരിയണമേ കർത്താവേ. ഞങ്ങൾ ഈ കൊച്ചു പ്രാർത്ഥനാലയത്തിൽ നിന്ന് കരമുയർത്തി സ്വർഗത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ മാത്രമല്ല, ലോകത്തിന് മുഴുവനും വേണ്ടി ഈ നൈറ്റ് വീൽ ശുശ്രൂഷയെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു കർത്താവേ. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ലോകമെമ്പാടും നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളോട് ഈ നൈറ്റ് വീട്ടിൽ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, സഭയുടെ ഉണർവിന് കാരണമായി തീരട്ടെ. സന്യസ്തർക്കും സമർപ്പിതർക്കും വൈദികർക്കും പുതിയൊരു ആവേശത്തിന് കാരണമായി തീരട്ടെ. അനേക പ്രേക്ഷിതർ ഈ രാത്രിയിൽ ഉണർവ് പ്രാപിക്കട്ടെ കർത്താവേ. തകർച്ചയിലൂടെ കടന്നു പോകുന്ന അനേകരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. തിന്മയുടെ കൂടാരങ്ങളിൽ പെട്ടുപോയ ജീവിതങ്ങൾ ഒരു വിടുതൽ പ്രാപിക്കട്ടെ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് ഒരു വിടുതലിന് വേണ്ടി
പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങ് സ്വപ്നം കണ്ടതും അങ്ങയുടെ ഇഷ്ടങ്ങളും പദ്ധതികളും നടക്കുമാറ് ദൈവമേ, നിന്റെ കരം ഈ ആലയത്തിൽ നിഴൽ വിരിക്കട്ടെ. ഈ ആലയത്തിൽ വരുന്നവരും വിദൂരസ്ഥരും സമീപസ്ഥരുമായ എല്ലാവരുടെ മേലും ദൈവശക്തി ഇപ്പോൾ അലയടിക്കട്ടെ. ഈ ദൈവ ശുശ്രൂഷയുടെ മനോഹാരിതയ്ക്ക് കോട്ടം വരുത്തുവാൻ ശ്രമിക്കുന്ന സകല തിന്മയുടെ ശക്തികളും അവന്റെ വഞ്ചനകളും യേശുവിന്റെ നാമത്തിന്റെ യോഗ്യതയാൽ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹാല 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 ഹാല. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. താളത്തിൽ കരങ്ങളടിച്ച് വലിയ ആത്മസന്തോഷത്തോടെ നമ്മുടെ കർത്താവായ യേശുവിനെ ആരാധിക്കാം. ദൈവത്തിന്റെ കരങ്ങൾ അനേക കുടുംബങ്ങളുടെ മേൽ നീണ്ടുവരുന്നു. അനേക രോഗികളുടെ മേൽ അവിടുത്തെ ഉദ്ധാനത്തിന്റെ ശക്തി ഈ രാത്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. അനേക തകർച്ചകളെ ദൈവം ഉയർച്ചകളാക്കി മാറ്റുന്നു. കർത്താവേ, ഇനി ഞാനല്ല, നീ എന്നിൽ, നീ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കൂട്ടായ്മയിൽ രക്ഷിതാവും നാഥനുമായി വാഴണമെന്ന പ്രാർത്ഥനയോടെ കരങ്ങൾ നന്നായി അടിച്ച് കർത്താവിനെ ആരാധിക്കാം. കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ കരങ്ങളടിച്ച് കാലുകളൊക്കെ സ്വല്പം ചലിപ്പിച്ച് വളരെ ഫ്രീ ആയി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഈ രാത്രിയിൽ നാം കർത്താവിനെ ആരാധിക്കുകയാണ്. അവന്റെ സ്നേഹം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, ഇതാ അവിടുത്തെ അനുകമ്പ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ കാരുണ്യവും സ്നേഹവും സ്വീകരിച്ച് വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ബോധ്യത്തോടെ ഉരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. കരങ്ങൾ ഒന്ന് കോർത്തു പിടിച്ച് കുടുംബമായി കൂട്ടായ്മയായി കരങ്ങളൊന്ന് കോർത്തു പിടിച്ച്
നമുക്ക് ഒരു നിമിഷം കൂടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ്. ഈ രാത്രിയിൽ ഞങ്ങളെ തൊടാതെ പോകരുത്. അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ദൈവമേ. ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിറവേറ്റുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓർത്തകരങ്ങളൊന്ന് ഉയർത്തി ഒറ്റ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് അവനെ സ്നേഹിച്ച് ജീവിതവും നിയോഗങ്ങളും സമർപ്പിച്ച് കരങ്ങൾ വീഴ്പിട്ട് വീണ്ടും കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മശിഹാ രാജൻ നമുക്കാ. നിന്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ കർത്താവേ താണിറങ്ങട്ടെ രാത്രിയിൽ. ഹല്ലേലൂയ. ആരാധന ദൈവമേ, സ്തുതിക്കുന്ന ദൈവമേ, വാഴ്ത്തുന്നു. രണ്ട് കരങ്ങളും ഒരു നിമിഷം നെഞ്ചോട് അടുപ്പിച്ച് നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ അലച്ചിലുകൾ ഞാൻ എണിയിട്ടുണ്ട്. സങ്കീർത്തനം 56:8 ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിന്റെ കണ്ണുനീരുകൾ, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. ജീവിതയാത്രയിൽ നീ കരഞ്ഞു തീർത്ത കണ്ണുനീർ തുള്ളികൾക്ക് മകനെ, മകളെ, പ്രതിഫലമുണ്ട്. നീ സഭയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞില്ലേ? ആരോരും അറിയാത്ത നിന്റെ അലച്ചിലുകൾക്ക് ഈ രാത്രിയിൽ നിനക്ക് ഞാൻ പ്രതിഫലം നൽകും. കണ്ണുകളൊന്നും അടച്ച് നിന്റെ ഭാരങ്ങളെല്ലാം ഈശോ കൊടുക്കുക. അവിടുത്തെ സാന്നിധ്യം ജീവിതത്തിൽ ഒരിക്കൽ കൂടി അനുഭവിക്കുക. അപ്പോസ്തല പ്രവർത്തനം 7 നമ്മളിങ്ങനെ വായിക്കുന്നു 34. എൻ്റെ ജനം അനുഭവിക്കുന്ന പീഡനം ഞാൻ വ്യക്തമായി കണ്ടു. അവരുടെ ദീനരോധനം ഞാൻ കേട്ടു. അവരെ വിമോചിപ്പിക്കുവാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. കണ്ണുകളടച്ച സാന്നിധ്യം ഇറങ്ങി വന്ന ദൈവത്തെ ഹൃദയം കൊണ്ട് ഒരു നിമിഷം ആരാധിക്കുക. ദൈവമേ, ഞങ്ങളെ വിമോചിപ്പിക്കുവാൻ, ഞങ്ങളുടെ പീഡനങ്ങൾ കണ്ട്, ഞങ്ങൾ കഴിഞ്ഞ നാളുകൾ ഉയർത്തിയ രോദനങ്ങൾ കേട്ട് ഞങ്ങളെ വിമോചിപ്പിക്കുവാൻ, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ച് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിച്ച കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ വിമോചിപ്പിക്കുവാൻ നീ എഴുന്നള്ളി വരികയാണല്ലോ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന കണ്ണുനീരിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, അലച്ചിലുകളുടെ, പാപബന്ധനങ്ങളുടെ കെട്ടുപാടുകൾ ഞങ്ങളെ മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ ഐശ്വര്യമാകുന്ന കാനാൻ ദേശത്തേക്ക്, കൃപയുടെ കാലഘട്ടത്തിലേക്ക്, ഒരു വിശുദ്ധീകരണത്തിൻ്റെ നാൾ വഴികളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവമേ, സ്തോത്രം ദൈവമേ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. ആ ഈശോ നിന്റെ അരികിലുണ്ട്. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ
സ്നേഹനാഥനല്ലേ ഈശോ. എന്നുകം പാടുമ്പോ എൻ മനം നീറുമ്പോ എൻ്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. സ്തോത്രം. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. സ്നേഹനാഥനല്ലേ ഈശോ. സ്നേഹനാഥനല്ലേ ഈശോ. സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിരുന്ന് ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഹൃദയത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, രാത്രിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ ആത്മീയവും ഭൗതികവുമായ നന്മകളെ ഓർത്ത് മുൻകൂട്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പ്രൈസ് ദി ലോർഡ്. കരങ്ങളൊന്ന് ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് വീശി എല്ലാവരും ഹല്ലേലൂയ. ഈശോ രാത്രിയിൽ സമൃദ്ധമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ബലപ്പെടുത്താം. തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മുടെ നിയോഗങ്ങളെയും, നമ്മുടെ വ്യക്തിപരമായ നിയോഗം മാത്രമല്ല, സത്യത്തിൽ ലോകം മുഴുവനെയും ഈ ജപമാല നമുക്ക് കാണാൻ കഴിയണം. സഭയുടെ ഉണർവിന് വേണ്ടി ഈ ജപമാല നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. ഒരുപാട് പാപികൾ, ഒരുപാട് ഈശോയെ അറിയാത്തവർ അന്ധകാരത്തിലും നിത്യനാശത്തിലും കുടുങ്ങിക്കഴിയുമ്പോൾ അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂടി നമുക്ക് ഈ ജപമാല പിതാവിന് സമർപ്പിക്കാൻ കഴിയണം. നമുക്ക് അമ്മയ്ക്കായി നമ്മളെ തന്നെ പ്രത്യേകമായി സമർപ്പിക്കാം. ഈശോ ജനിച്ചപ്പോൾ അമ്മയാണ് ആദ്യമായി ഈശോയെ കരങ്ങളിലെടുത്തത്. ഈശോ മരിച്ചപ്പോൾ അവസാനമായി ആ ഈശോയെ മടിയിൽ വഹിച്ചതും പരിശുദ്ധ അമ്മയാണ്. നമ്മുടെയും ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അവസാന സമയം വരെയും അമ്മയുടെ കരങ്ങളും മടിയും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണെന്ന് പരിശുദ്ധ അമ്മയിലൂടെ, ഈശോയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭക്തിയാദരപൂർവ്വം നമ്മുടെ ജപമാലകൾ കൈകളിലെടുത്ത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനാ ഗാനത്തോട് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ നടക്കുന്ന ഈ പരിശുദ്ധ ജപമാലയിലേക്ക് ഭക്തിയാദരപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. നിന്റെ വിശുദ്ധിയാൽ എന്നെ നിറയ്ക്കണമേ. ഓ മറിയമേ, നിന്റെ ജീവിതം മാതൃകയാക്കിയിടട്ടെ. ഓ
മാറാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവീശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്തിമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. ഒഴുകിയിറങ്ങിയ രക്തത്തുള്ളികളോട് ചേർത്ത് നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ വിവിധ നിയോഗങ്ങളെയും അമ്മ വഴി ഈശോയ്ക്ക് കൊടുക്കാം. സങ്കീർത്തനം 56:8. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണീർ കുപ്പിയിൽ ശേഖരിച്ച കർത്താവ് നമുക്ക് വലിയ പ്രതിഫലം നൽകി ഈ രാത്രി അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ. അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ ഉയർന്നു നിൽക്കുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ച ചമ്മട്ടിയടിയോട് ചേർത്ത് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് വാഗ്ദാനം ചെയ്ത ഈശോയുടെ നാമത്തിൽ ഭിന്നിപ്പിൻ്റെയും അനീതിയുടെയും സ്വാർത്ഥതയുടെയും മതിലുകൾ തകർക്കപ്പെടട്ടെ. ജെറേമ്യ 1:19. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്നോട് കൂടെയുണ്ട്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ദുഷ്ടശക്തികൾ നിർവീര്യമാകട്ടെ. സമാധാനത്തിന് ദൈവം വിജയം നൽകുന്ന യോദ്ധാവ് സർവ്വതിന്മകൾക്കുമെതിരെ പടപൊരുതി ഐക്യത്തിൻ്റെ ആത്മാവിനാൽ ലോകരാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. മൂന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായി യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. ഈശോയുടെ ശിരസിൽ ആഴ്ന്നിറങ്ങിയ ആ മുൾക്കിരീടത്തോട് ചേർത്ത് യുവതലമുറയെ നമുക്ക് സമർപ്പിക്കാം. ഭാവിയെ ഓർത്ത് വേദനിക്കുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർ, ദുശീലങ്ങളുടെയും പാപത്തിൻ്റെയും അന്ധകാരത്തിൽ കഴിയുന്നവർ, സർവ്വ മക്കളെയും ഈ രാത്രി ഈശോ ഏറ്റെടുക്കട്ടെ. സങ്കീർത്തനം 91:11, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവരുടെ വഴികളിൽ കാലുകൾ ഇടറാതെ ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ തൻ്റെ ദൂതന്മാരെ സകല യുവജനങ്ങളുടെ മേൽ അവിടുന്ന് അയക്കട്ടെ. അവരുടെ ചിന്തകളെ, പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാൻ, അവരുടെ ഭാവി പ്രത്യാശാഭരിതമാകുവാൻ, ക്രിസ്തുവിൻ്റെ നല്ല പടയാളികളായി എല്ലാ യുവജനങ്ങളും രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. നാലാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്കധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. അവിടുന്ന് സഹിച്ച അപമാനത്തോടും പീഡകളോടും ചേർത്ത് പഠിക്കുന്ന ഓരോ മക്കളെയും സ്കൂളുകളെയും ഈശോയ്ക്ക് കൊടുക്കാം. പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്നവർ, മടിയും അലസതയുമുള്ളവർ, വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർ എല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്ക് നൽകാം. ഓരോ വിദ്യാർത്ഥികളും കർത്താവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കാൻ ഈശോയെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏഷ്യ 54:13. കർത്താവ് തൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. കർത്താവ് തൻ്റെ പുത്രരെ പഠിപ്പിക്കുവാനും നന്മ തിന്മ തിരിച്ചറിയുവാനുമുള്ള ദൈവിക ജ്ഞാനം നൽകി ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദൈവമാതാവിന് മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈശോയുടെ കുരിശിലെ ബലിയോട് ചേർത്ത് തിരുസഭയെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. മാർപ്പാപ്പ, കർദിനാൾ സംഘം, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ എല്ലാവരും ആത്മാവിനാൽ അഭിഷേകം പ്രാപിക്കട്ടെ. നമ്മെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നതുപോലെ എല്ലാ അഭിഷക്തരും തങ്ങളുടെ പ്രവൃത്തികളിൽ പരിശുദ്ധരായിരിക്കട്ടെ. കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ എളിമയോടെ ആയിരിക്കുവാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് സഭയെ വിടുവിക്കുവാൻ ആത്മാവിൻ്റെ ജ്ഞാനത്താൽ എല്ലാ വൈദികരും നിറയപ്പെടട്ടെ. ആദിമ ക്രൈസ്തവ സമൂഹം പോലെ ഒരേ ഹൃദയവും ഒരേ ആത്മാവുമുള്ള സമൂഹമായി സഭ രൂപാന്തരപ്പെടട്ടെ. ഒരു പുത്തൻ പന്തക്കുസ്ത ചൈതന്യത്താൽ സഭ അഭിഷേകം പ്രാപിക്കുവാൻ, ശക്തി പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റപ്പായേലേ, മഹാന്മാവായ വിശുദ്ധ യൗസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളുടെ കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിനെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്ക് പ്രാർത്ഥന സദയം കേൾക്കണമേ. കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ.
നിരയുടെ രാജ്ഞി, പാവാന്മാരുടെ രാജ്ഞി, സ്ത്രീകന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരത സഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാക്കി, സർക്കാരോപിതരാക്കി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ.